മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കുകയാണ്. സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ദുരന്തബാധിതർ കടക്കുന്ന സാഹചര്യമുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന നിരവധി ആവശ്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിലാണ് ഈ രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ എങ്ങനെ, തുടർ സമരങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? സുർജിത്ത്. റീജിത്ത്, സമരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുടിൽക്കെട്ടൽ തുടങ്ങിയിട്ടുണ്ട് ദുരന്ത ഭൂമിയിൽ. നമുക്കത് ആ ദൃശ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. മാത്രമല്ല, ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സമരം. വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസമുണ്ട്. CI ആയിട്ടുള്ള മേപ്പാടി CI ആയിട്ടുള്ള ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ ബേലി പാലത്തിലടക്കം പല ഭാഗങ്ങളിലും, അതായത് പോകാൻ കരുതാത്ത മേഖലകളുണ്ട്, ആ മേഖലകളിലെല്ലാം തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുന്നു. സമര സമിതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുണ്ട്. ഈ വിജയലക്ഷ്മി എന്നു പേരുള്ള ഇവരുടെ വീട് ഈ ചൂരൽമല സ്കൂൾ റോഡ് പരിസരത്താണ്. അതായത് ഈ പുഴ കടന്നുപോയ അതിനിടയിൽപ്പെട്ട ഒരു വീടാണ്. ആ വീട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. രണ്ടാമത്തെ ലിസ്റ്റിലില്ല, ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടി വരുന്നവരാണ് എന്ന് പറയുന്നു. ഇവരുടെ വീട്ടിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ നമ്മുടെ സമീർ മുഹമ്മദ് അവിടേക്ക് പോകും. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല? ഫസ്റ്റ് ലിസ്റ്റിലില്ല, രണ്ടാമത്തെ ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി. അതിലും ഇല്ല. ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഞാൻ ഉൾപ്പെടേണ്ടതാണ്. ഞാനും എൻ്റെ മക്കളും എവിടെ പോകും? ഞങ്ങൾ കളക്ടറേറ്റ് പോയിരിക്കും, അതല്ലാതെ വേറൊരു രക്ഷയില്ല. വീട് താഴെ സൈഡാണ്, മൊത്തം പോയതാണ്. ഒരു ഇടയിലാണ്, ഈ പുഴേൻ്റെ ഇടയിലാണ് ആ വീട് ഇരിക്കുന്നത്. ആ ഒരു വീട് മാത്രമേ ആ ഭാഗത്ത് ഉള്ളൂ. ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. ഞാൻ അർഹതപ്പെട്ടതാണ്, എന്നെ അത് ഉൾപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളും എവിടെ പോകും? ജോലിയും ഇല്ല. അവിടെ വന്ന് കളക്ടറേറ്റിന് മുന്നിലിരിക്കും. അതേ ഇനി ലാസ്റ്റ് ഉള്ളൂന്ന് പറ്റി. ഇതാണ് അവസ്ഥ അല്ലേ? ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഒന്നാമത് ലിസ്റ്റ് വന്നതിൽ അപാകതകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും സ്വീകരിക്കാമെന്ന് പറയുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പൂർവികരെല്ലാം ഈ കിളിന്ത് നുള്ളിയിട്ട് ഉണ്ടാക്കിയെടുത്ത പൈസയും കൊണ്ട് വാങ്ങിയ 10 സെൻറ്റും 20 സെൻറ്റും 30 സെൻറ്റും സ്ഥലത്താണ് വീട് കെട്ടിയിരിക്കുന്നത്. മിച്ചഭൂമിയിലല്ല ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും മടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് പറയുന്നത്. ഇന്നലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞു, ഈ 5 സെൻറ്റിൽ നിന്ന് ഞങ്ങൾ കട്ടായമായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ വെറുതെയാണോ? ഇതിനു മുൻപ് വന്ന 5 സെൻറ്റ് ഭൂമിയും എൽസൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കുക എന്ന് പറഞ്ഞ് അത് ഫേക്കാണോ ആ റിപ്പോർട്ട്? ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളിൽ തന്നെ കൊടുത്തത്. രണ്ടാമത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മിനിസ്റ്റർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഐസൊലേറ്റഡ് ആക്കപ്പെട്ട വീടുകൾ തെരഞ്ഞു പിടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ചേർക്കുമെന്ന് പറഞ്ഞു. ഈ 8 മാസം കൊണ്ട് ഐസൊലേറ്റഡ് ആയ വീടുകൾ തെരഞ്ഞു പിടിക്കാൻ ഗവൺമെന്റിന് പറ്റിയില്ലേ? എന്തായാലും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മനോജും ഷാജുവിനും ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഈ സമരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നോക്കൂ, ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയ്ക്ക് വലിയൊരു ഉദാഹരണമാണ് ഈ വിജയലക്ഷ്മി 1ാം ഘട്ട ലിസ്റ്റിൽ വരേണ്ട ആളാണ്. അങ്ങേയറ്റം അർഹം. നിങ്ങൾക്ക് അവരുടെ വിഷ്വൽ എടുക്കാം. ഇതുപോലെ വിജയലക്ഷ്മിയെ പോലെ 17 പേര് 1ാം ലിസ്റ്റിൽ പെടേണ്ട ആളുകൾ 17 പേര് പെട്ടിട്ടില്ല. ഈ ലിസ്റ്റിലും അവർ പെട്ടിട്ടില്ല. അപ്പോൾ അവരെ ഒഴിവാക്കിയത് എന്താണ് കാരണം എന്ന് അറിയിക്കണം. കളക്ടർക്ക് പരാതി കൊടുത്തു. ഇനി എവിടെയാണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇന്നിപ്പോൾ ഞങ്ങൾ കുടിൽ കെട്ടി സമരമാണ്. നാളെ ഈ 17 പേരെയും കൂട്ടിയിട്ട് കളക്ടറുടെ ക്യാബിന് മുമ്പിൽ ഞങ്ങൾ പോയിരിക്കും. അതിനൊരു മാറ്റമില്ല. കാരണം ഇതിനൊരു തീരുമാനമാകാതെ ഇത്ര നിരുത്തരവാദപരമായിട്ടൊരു സർക്കാരിന് ഈ ദുരന്തബാധിതരോട് പെരുമാറാൻ കഴിയുമെന്ന് മനസാക്ഷിയുള്ളവൻ ഇതിനെ അംഗീകരിക്കരുത്. കാരണം കുറച്ച് സങ്കടമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഷോ കാണിക്കാനുള്ളൊരു സമരമല്ലത്. ഇത് ജീവിക്കാനുള്ളൊരു സമരമാണ്. എന്തായാലും ഇതുതന്നെയാണ് ഈ ദുരന്ത ബാധിതരുടെ സംഘടന വ്യക്തമാക്കുന്ന കാര്യം. ഇന്ന് ഇങ്ങനെ ഇവർ സമരം ചെയ്യുന്നു. നാളെ സമരവേദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നത്, ഒപ്പം തന്നെ ഈ ലിസ്റ്റിൽ അർഹരായവർ ഇടം പിടിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം, അതൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം അവിടെ തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.